മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് പറയണേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാർ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു. കണ്ടത് സത്യമാണ്. എന്താ സർ കാര്യം? കാര്യം നിങ്ങളോട് അന്വേഷിക്കാമെന്ന് കരുതി ക്ലാസ്സിൽ നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അയ്യോ, ഇത് ആര് പറഞ്ഞു സാർ? എന്താ സത്യമല്ലേ? അല്ല സാർ, പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസൂയുണ്ട് സാർ. കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഷൈൻ ചെയ്യാറുണ്ട് സാർ. എന്താ നിങ്ങളുടെ സബ്ജക്ട്? കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നിങ്ങളുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കെമിസ്ട്രി മെയിൻ, ഫിസിക്സ്, മാത്സ് സബ്. ഓഹോ, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സബ്ജക്ട് വേറെന്തൊക്കെയാണെന്നാ. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സൂവോളജി ക്ലാസ്സിലെ സേതുഭായി എന്ന കുട്ടിയെ നിങ്ങൾ എന്താ പറയണം. ആരാ സാർ ഈ സേതുഭായി? അങ്ങനെ ഒരുത്തിയെ ഞങ്ങൾ അറിയത്തോലും ഇല്ല സാർ. എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെ അറിയാം. മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശമുണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. സേതുഭായിയുടെ അച്ഛൻ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പലവിലും അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ല. ആർക്ക് നല്ലതല്ല? അല്ല, പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഓരോ അപഖ്യാതി പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. സസ്പെൻഷൻ പിൻവലിക്കണം സാർ. പോകാനാണ് പറഞ്ഞത്. പ്രത്യാഘാതങ്ങൾ അലവലാധികം. അല്ല സാർ, നാളെ സ്വന്തത്തിലുള്ള ഏതെങ്കിലും അച്ഛനെ വിളിച്ചോണ്ടാ മതിയോ? ആപ്പിലായല്ലോ. ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ. ഇനിയിപ്പോ വീട്ടിലെറിയും, അന്വേഷണമാവും, ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും. നിനക്കിവിടെ ഭൂരിപക്ഷമുള്ള ഏതോ വിദ്യാർത്ഥി സംഘടന അംഗത്വം ഉണ്ടെന്ന് പ്രിൻസിപ്പാളിനോട് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഏതാ സംഘടന? എന്ത് സംഘടന? ചുമ്മാ ഒന്ന് വരട്ടി നോക്കിയല്ലേ. ഏതായാലും ആ പ്രിൻസിപ്പൽ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ വെക്കുള്ളൂ. ഏത് മാത്രം ഇവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. സന്തോഷമായല്ലേ, ഞങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കിയില്ലേ. പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. ഞാൻ സീരിയസ് ആയിരുന്നു. നിങ്ങൾ ആ തോമയോട് വഴക്കുണ്ടാക്കി എന്തിനാ? അങ്ങേരെ അച്ഛനോട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്കിപ്പോ അതിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ ഒരു വഴി? അച്ഛനെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം. അപ്പോ സേതു അച്ഛനോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. സ്വല്പ ദുരഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലെ അച്ഛൻ. ചെന്ന് സോറി പറഞ്ഞ ചിലപ്പോ രക്ഷ കിട്ടും. അച്ഛനാളെങ്ങനാ? നല്ല തടിയനാണോ? ആ തോമയുടെ കയ്യിന്ന് നല്ലോണം കിട്ടിയല്ലേ? ആര് പറഞ്ഞു? ഞങ്ങളവരെ ഇടിച്ച് പരത്തിയിട്ടാ പോകുന്നത്. ഞാൻ അറിഞ്ഞു. വളണ്ടില്ലേ കുട്ടിത്താറ? അറിയാ, നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് സേതുവായിട്ടൊരു ലവ് ട്രാക്ക് വർക്ക് ചെയ്താലോ? നമ്മുടെ ആത്മാർത്ഥ ഒന്നും എவ்வளவு മാർക്ക് മനസ്സിലാവില്ല. അളിയാ, കളഞ്ഞിട്ട് വാ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ദാസൻ അറിയാമോ, ഞാൻ എന്റെ റിസർച്ചിന് വേണ്ടി കേരളത്തിലെ ഒട്ടേറെ കൊട്ടാരങ്ങളിലും ഗുഹകളിലും ഒക്കെ ചെന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ വാസ്തുകലാശില്പത്തിന്റെ മറ്റൊരു മുഖമാണിത്. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ദാൻ 500 years old. ആയിക്കോടുന്നില്ല. ഇൻ 1498 1498 വാസ്കോഡിഗാമ കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പരമ്പരാഗത വാസ്തുകല ഇവിടെ സജീവമായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ജസ്റ്റ് പ്രൂവ് ഇറ്റ്. അപ്പൊ നീ പറയുന്നത് ഈ കാണുന്നതൊക്കെ വളരെ അമൂല്യമാണെന്നാണോ? അമൂല്യവും അപൂർവവും. ചേടാ, വഴിയേ പോയ ഒരു വയ്യാവേലി വലിച്ച് തലേ കയറ്റി വെച്ചെന്നും വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇത് ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്ഥലമിട്ട ആളും ഒരു മണ്ടൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടനാണ്? അത് പിന്നെ അല്ല, അതിരിക്കട്ടെ. ഇതുപോലുള്ളൊരു വീട്ടിൽ പഴക്കം ചെന്ന പല രേഖകളും നാണയങ്ങളും മറ്റും കാണാനിടയുണ്ടല്ലോ. ഉണ്ടാവാം. അതൊക്കെ എവിടെ? ഒക്കെ ഉടമസ്ഥ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ആളിപ്പോ എവിടെയാ താമസം? ഇവിടെ അടുത്ത് തന്നെ. എന്നെ അവിടം വരെ കൊണ്ടുപോകും. അതിനെന്താ? ഈ വീടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആരത്? നീ ഇതൊക്കെ കണ്ടോണ്ട് ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ടില്ല. റാണി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
വരാത്തെ? ട്യൂഷൻ എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്? നീ ഇപ്പൊ പോ, ഞാൻ വന്നോളാം. കള്ളം വരൂല്ല, എനിക്കറിയാം. മാഷ് കഷ്ടപ്പെടണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എനിക്കും അതാ ഇഷ്ടം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. റാണി ഇപ്പൊ പൊക്കോളൂ പ്ലീസ്. മാഷ് അവിടുന്ന് പോന്നെ പിന്നെ വല്ലാണ്ട് മെലിഞ്ഞു. ആഹാരം ഒന്നും ശരിയാവാത്തോണ്ടാ, എനിക്കറിയാം. എന്റെ പൊന്നു മോളെ, ഞാൻ എന്ത് വേല ചെയ്യാം. തൽക്കാലം നീ ഒന്ന് പോ. അകത്തെന്റെ അനിയനുണ്ട്, അവനെങ്ങനെ നിന്നെ കണ്ടാലെന്താ? ഞാൻ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും? ട്യൂഷൻ എടുത്തില്ലെങ്കിൽ സാരില്ല. ഞാൻ വന്നത് വേറെ വിട്ട് മാഷക്ക് തരാനാ. എന്താ? ദാ കോഴിമുട്ടയാ, പുഴുങ്ങിയത്. അമ്മ കാണാണ്ടെടുത്ത് കൈ വെച്ചതാ. എനിക്ക് കോഴിയും വേണ്ട, മുട്ടയും വേണ്ട. നീ ഒന്ന് പോ. അവനില്ലേ എന്റെ അനിയൻ, അവനാണ് മഹാ പെശരാ. ഇത് വാങ്ങിക്കാണ്ട് ഞാൻ പോവില്ല. ഞാൻ പോട്ടെ. നാളെ വരാം. ചുമ്മാതല്ല അവധിക്കാലത്ത് നാട്ടിലോട്ട് വരാത്തത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? അമ്മ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്നതിന്റെ രഹസ്യം നിനക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല. ദേ, എനിക്കും കാര്യങ്ങൾ കണ്ടാ മനസ്സിലാകുന്ന പ്രായമായി. എന്നുവെച്ചാ ഞാൻ ഇല്ലാത്തോണ്ടോ സംഭവിക്കണോ? ആ, ഈ ദേഷ്യം തന്നെ അസൽ കാമുകന്മാരുടെ ശൈലാണല്ലോ കാണൊരു. എടാ, അത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ പെണ്ണ അയ്യപ്പൻ ചേട്ടന്റെ മോള്. ഒരു വട്ട് കേസാ. ഞാൻ ഇന്ന് എന്നെ അമ്മയ്ക്ക് എഴുതിക്കൊള്ളാം. എന്നാ അങ്ങോട്ട് എഴുത്. ചുമ്മാ പേടിപ്പിക്കുന്നു. അയാളെ മുഴുവൻ നിൽക്കരുത്. എനിക്ക് ദാ. നമസ്കാരം. എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി, അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. 1, 2, 3 ടോട്ടൽ 3 ഫാമിലീസ്. ഈ 3 ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീരെവിടുന്ന് കിട്ടി? ആണ്ടുപോകാൻ മാത്രം. സാർ, അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരുമാണ്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികളെ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നെങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫേറ്റ് അതാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള 4-5 ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയാണ് ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല, ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. ഞങ്ങളെ hate ചെയ്യരുത്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ. ഇത് എന്റെ അനിയനാണ്. ഹലോ. നിങ്ങൾ ഇപ്പൊ വന്നത് യവമാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷത്തോട് തൊട്ട് ഇരിക്കാം. ഞങ്ങൾ നിരപരാധികളാണ് സാർ. എന്താ? സാർ ഒന്ന് പറയണം സാർ. സാർ ഞങ്ങൾ എന്താ കാര്യം? സാർ ഇനി മേലും ഞങ്ങൾ സമാധാന അക്ഷരം വേണ്ടില്ല. എന്താ ഇത്? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമെന്നാണ് അർത്ഥം. വരൂ. നിങ്ങളോടല്ല, മാഷോടാ. കഞ്ഞി കളവന്ന് വരൂ. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടടെ കാര്യം കാണാൻ. ഇരവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ചന്തുവേ, പട്ടി. സേതു വീട്ടിലുള്ളപ്പോ ചെന്നാ മതിയായിരുന്നു. എങ്കിൽ ചീത്തവിളി അവളുടെ മുമ്പ് വെച്ചാകുമായിരുന്നു. ആ പെരട്ട കിളവന്റെ മുമ്പിൽ വെച്ച് ആ പെണ്ണിനോട് ചോദിക്കാമായിരുന്നല്ലോ. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാമായിരുന്നു. ഓഹോ, അത് ശരി. സസ്പെൻഷൻ മാറ്റി ഡിസ്മിസൽ ആക്കണമായിരിക്കും. ദേ വരണുണ്ട്. ചവിട്ടിക്കുലുക്കി വരുന്നുണ്ട്. അങ്ങേരുടെ ചായ തന്നെ, ഇരവിച്ചായ. കൊച്ചെ, നിന്നെ ഞങ്ങൾക്ക് പ്രേമിക്കുകയും മറ്റും വേണ്ട.
എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒറ്റ ഇറക്കം ഇറങ്ങും. എന്തിനാ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പെടാ പാടുപെടുന്നത്? അച്ഛൻ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട് പറഞ്ഞു. ആദ്യം കാണുമ്പോഴുള്ളൊരു ദേഷ്യമുള്ളൂ. ഒരിക്കൽ കൂടി കണ്ട കാര്യം ശരിയാവുമെന്നാ തോന്നുന്നത്. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതാ നല്ലത്. അല്ലെ സേതുവിനും അതൊരു